സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. ചരിത്രത്തിൽ ആദ്യമായി വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെ അധ്യക്ഷ സ്ഥാനത്ത് വനിത. വത്തിക്കാൻ സിറ്റി. ചരിത്രത്തിൽ ആദ്യമായി റോമൻ കൂരിയയുടെ ഭാഗമായ ഡിക്കാസ്റ്ററിയുടെ അധ്യക്ഷ സ്ഥാനത്ത് വനിതയെ നിയമിച്ച ഫ്രാൻസിസ് പാപ്പ. സമർപ്പിത സമൂഹങ്ങൾക്കു വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയുടെ പ്രിഫെക്ടറായി ഇറ്റാലിയൻ സ്വദേശിയായ സിസ്റ്റർ സിമോണ ബ്രാംബില്ലെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചിരിക്കുന്നത്. വത്തിക്കാനിലെ നേതൃപദവികളിൽ വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള ഫ്രാൻസിസ് പാപ്പയുടെ ചരിത്ര നിയമനങ്ങളിൽ നാഴികക്കല്ലാണ് സിസ്റ്റർ സിമോണയുടെ നിയമനം. സ്പെയിൻ സ്വദേശിയും സലേഷ്യൻ സന്യാസ സമൂഹാംഗവുമായ കർദിനാൾ ഏഞ്ചൽ ഫെർണാണ്ടസിനെ പ്രോ പ്രിഫെക്ട് ആയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. കൺസോളറ്റ മിഷണറി സന്യാസ സമൂഹാംഗവും മുൻ സുപ്പീരിയർ ജനറലുമായ സിസ്റ്റർ സിമോണ 2023 ഒക്ടോബർ മുതൽ സമർപ്പിത സമൂഹങ്ങൾക്ക് വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ഇന്നലെ ജനുവരി 6 തിങ്കളാഴ്ചയാണ് നിയമന ഉത്തരവ് വത്തിക്കാനിൽ നിന്ന് പുറപ്പെടുവിച്ചത്. സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നേഴ്സായി പരിശീലനം നേടിയ സിമോണ 1990കളുടെ അവസാനത്തിൽ മൊസാംബിക്കിൽ ഒരു മിഷണറിയായി സേവനം ചെയ്തിരുന്നു. പിന്നീട് ഇറ്റലിയിലേക്ക് മടങ്ങി മനഃശാസ്ത്രത്തിൽ ഉന്നത ബിരുദം നേടി. പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്കോളജിയിൽ അധ്യാപികയായി സേവനം ചെയ്തു. 2011 മുതൽ മെയ് 2023 വരെ കൺസോളറ്റ മിഷണറി സന്യാസ സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറലായും സേവനം ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം സിനഡിന്റെ ജനറൽ സെക്രട്ടേറിയറ്റിന്റെ 16ാമത് ഓർഡിനറി കൗൺസിൽ അംഗമായും സിസ്റ്റർ സിമോണ തിരഞ്ഞെടുത്തിരുന്നു. 17 അംഗ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 2 വനിതകളിൽ ഒരാളായിരുന്നു അവർ. വത്തിക്കാൻ കാര്യാലയങ്ങളിൽ കൂടുതൽ വനിതകളെ നിയമിക്കുകയെന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭരണപരിഷ്കാരങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനമാണ്. 2013-2023 കാലയളവിൽ വിവിധ വത്തിക്കാൻ ഓഫീസുകളിലെ സ്ത്രീ പ്രാതിനിധ്യം 19.2-ൽ നിന്ന് 23.4% ഉയർന്നിട്ടുണ്ട്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.